നിങ്ങളൊരു +2 സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് ഈ ശരിക്കും മാർക്ക് സ്റ്റേറ്റ്മെന്റ് ആണ്. ഈ ഒരു സർട്ടിഫിക്കറ്റ് ആണ്. ഇതല്ല നിങ്ങൾക്ക് ഇതിന്റെ കൂടെ മൈഗ്രേഷൻ കം TC സർട്ടിഫിക്കറ്റ് എന്നുള്ളത്. മൈഗ്രേഷൻ കം TC എന്ന രണ്ട് പർപ്പസ് ആണ്. ഡൽഹിയിൽ നിങ്ങളൊരു കാർ എടുത്തിട്ട് കേരളത്തിൽ കൊണ്ടുവരുമ്പോൾ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ്, അതേപോലെ തന്നെ ഇതൊരു നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കേഷൻ പോലെയാണ്. അതായത് നിങ്ങളുടെ സ്വപ്നങ്ങളെ പിന്തുടരാൻ ആഗ്രഹമുണ്ടോ? ജോലി തിരക്കാണോ തടസ്സം? വിഷമിക്കേണ്ട, ബാസ് സ്റ്റഡി സെന്റർ നിങ്ങളൊപ്പം ഉണ്ട്. BA, BCom, BBA, BSW പോലുള്ള ഡിഗ്രി കോഴ്സുകൾ നിങ്ങൾക്ക് എവിടെയിരുന്നും എപ്പോൾ വേണമെങ്കിലും പഠിക്കാം. ഇനി പ്രായമാണോ നിങ്ങളുടെ തടസ്സം? അല്ല. ഏത് പ്രായക്കാർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഓൺലൈൻ ക്ലാസ്സുകളും സ്റ്റഡി മെറ്റീരിയലുകളും ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കൂടുതൽ അറിയാൻ വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. നിങ്ങളുടെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ ബാസ് സ്റ്റഡി സെന്റർ കൂടെ. ഹലോ എവരിവൺ, ബാസ് സ്റ്റഡി സെന്ററിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഒക്ടോബർ 2025 റിസൾട്ട് വന്നു. നമ്മൾ ഡിജിലോക്കർ സർട്ടിഫിക്കറ്റിന് വേണ്ടി കാത്തിരിക്കണം. അപ്പോൾ ഡിജിലോക്കർ സർട്ടിഫിക്കറ്റ് ഇന്ന് വരും നാളെ വരും എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. തീർച്ചയായും ഡിജിലോക്കർ സർട്ടിഫിക്കറ്റ് ഞാൻ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യും. മാത്രമല്ല, ഇപ്പോൾ നമ്മുടെ കുട്ടികൾ ഒരുപാട് പേര് ചോദിച്ചാണ് ഞങ്ങൾക്ക് ഈ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടുമ്പോൾ ഈ സർട്ടിഫിക്കറ്റ് ഏതൊക്കെ സർട്ടിഫിക്കറ്റ് നമുക്ക് വരുന്നത്, മാത്രമല്ല ഈ സർട്ടിഫിക്കറ്റ് എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്, ഏതൊക്കെ മേഖലയോട്ട് ഏതൊക്കെയാണ് ഉപയോഗിക്കേണ്ടത്, എത്ര സർട്ടിഫിക്കറ്റ് കിട്ടും, ഒരുപാട് കൺഫ്യൂഷൻസ് ഈ സർട്ടിഫിക്കറ്റ് ബന്ധപ്പെട്ട് നമ്മുടെ കുട്ടികൾക്കുണ്ട്. അപ്പോൾ സർട്ടിഫിക്കറ്റ് ഏതൊക്കെയെന്നുള്ള നമ്മൾ വീഡിയോ ചർച്ച ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഒക്ടോബർ 2025 +2 വിജയിച്ച കുട്ടികൾക്ക് നമ്മുടെ ബാസ് സ്റ്റഡി സെന്ററിൽ ഇപ്പോൾ ഡിഗ്രിയുടെ അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്, രജിസ്ട്രേഷൻ നടന്നുകൊണ്ടിരിക്കുക. അവസാനഘട്ട രജിസ്ട്രേഷൻ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് അറിയുന്നുണ്ട്, ഈ ഒരു മാസം തന്നെ ഒരു ഡിഗ്രി രജിസ്ട്രേഷൻ ചെയ്യാൻ നമ്മുടെ ഇഗ്ലോയിൽ മാത്രമാണ് പോസിബിൾ ആയിട്ടുള്ളത്. ബാക്കിയൊക്കെ നമുക്ക് അടുത്ത അക്കാഡമിക് ഇയറിൽ വരിക. അത് നമുക്ക് ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് ഒക്കെ ആവും. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ ഒരു വർഷം കഴിയുമ്പോഴത്തേക്കും 2027 ആവും. അപ്പോൾ അത്രയും സമയം ഡിലേ ആണ്. അപ്പോൾ ഇപ്പോൾ തന്നെ നമുക്ക് ഒരു എക്സാം രജിസ്റ്റർ ചെയ്യണം. അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് ഒരു ഡിഗ്രി കിട്ടണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ബാസിന്റെ ഡിഗ്രിയിലോട്ട് നിങ്ങൾക്ക് വരാം. ഇവിടെ നമുക്ക് BA, BCom, BBA, BSW, BA തന്നെ നമുക്ക് BA ഇംഗ്ലീഷ്, BA മലയാളം, BA സോഷ്യൽ, BA പൊളിറ്റിക്സ്, BA ഹിസ്റ്ററി പോലത്തെ കോഴ്സുകളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് കോഴ്സുകളാണോ നിങ്ങൾക്ക് എടുത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്നത്, ആ ഒരു സബ്ജക്ട്സ്, ആ കോഴ്സുകളൊക്കെ നമ്മുടെ ബാസിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ അതിലോട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നമ്മൾ +2 ഒക്കെ എങ്ങനെ പാസ്സായത് അതേപോലെ തന്നെയാണ് നമ്മുടെ ഡിഗ്രിയുടെ ക്ലാസ്സുകളും വരുന്നത്. അതായത് എക്സാമിന് വരുന്ന ഭാഗങ്ങൾ മാത്രമേ ഫോക്കസ് ചെയ്യുള്ളൂ. മറ്റുള്ള ജോലി ചെയ്തുകൊണ്ടോ മറ്റുള്ള കോഴ്സുകളുടെ കൂടെയൊക്കെ പാരലായിട്ട് പഠിക്കുന്നത്, സമാന്തരമായിട്ട് നിങ്ങൾക്ക് ഒരു ഡിഗ്രി അല്ലെങ്കിൽ ഒരു +2 അടിസ്ഥാനമാക്കുന്ന രീതിയിലാണ് നമ്മുടെ കോഴ്സുകളെല്ലാം വരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ +2 പോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഡിഗ്രി കോഴ്സും എളുപ്പത്തിൽ എടുക്കാൻ പറ്റും. അപ്പോൾ ഡിഗ്രി ഒക്കെ അഡ്മിഷൻ എടുക്കണമെന്ന് ആഗ്രഹം കുട്ടികൾ താഴെ കാണാൻ നമ്മളോട്ട് വിളിച്ച് മക്കളെ ഇപ്പം തന്നെ ജോയിൻ ചെയ്തോളൂ. നമ്മുടെ വീഡിയോയിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ NIOSന്റെ സർട്ടിഫിക്കറ്റ് ഏതൊക്കെയാണുള്ള ആദ്യ കാലഘട്ടത്തിലൊക്കെ നമുക്ക് NIOSൽ 3 സർട്ടിഫിക്കറ്റ് വന്നിരുന്നു. അതിൽ തന്നെ നമുക്ക് ഒരുപാട് ഓരോരോ സർട്ടിഫിക്കറ്റിലൊക്കെ ഓരോ പർപ്പസ് ഒക്കെയാണ് നിന്നത്. പക്ഷേ പിന്നീട് അത് 2 സർട്ടിഫിക്കറ്റ് ആക്കി ചുരുക്കി. അപ്പോൾ അതിൽ തന്നെ 2-3 പർപ്പസുകളൊക്കെ അതിൽ പറയുന്നുണ്ട്. അത് എന്താണെന്നുള്ളത് പറഞ്ഞുതരാം. അതുപോലെ തന്നെ നമുക്ക് മുമ്പൊക്കെ തോറ്റ കുട്ടികൾക്ക്, അതായത് +2 പരീക്ഷ റിസൾട്ട് വന്നാലും 10ാം ക്ലാസ് റിസൾട്ട് വന്നിട്ട് തോറ്റ സർട്ടിഫിക്കറ്റും വന്നിരുന്നു. ഫെയിൽഡ് കുട്ടികൾക്കും സർട്ടിഫിക്കറ്റ് വന്നിരുന്നു. ഇപ്പോൾ തോറ്റവർക്ക് സർട്ടിഫിക്കറ്റ് ഇല്ല, ജയിച്ച കുട്ടികൾക്ക് മാത്രമാണ് ഇപ്പോൾ സർട്ടിഫിക്കറ്റ് വരുന്നത്. അപ്പോൾ ആ ഒരു തോറ്റ കുട്ടികൾക്ക് അതിൻ്റെ റിസൾട്ട് കാണാൻ പറ്റും, തോറ്റു എന്നുള്ളത് കാണാൻ പറ്റും. എന്നാൽ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് വരിക ആർക്ക് മാത്രമാണ്? നമ്മുടെ ജയിച്ച കുട്ടികൾക്ക് മാത്രമായിരിക്കും. അതാണ് ഇപ്പോൾ NIOSന്റെ അപ്ഡേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ജയിച്ച കുട്ടികൾക്ക് വരുന്ന സർട്ടിഫിക്കറ്റ് എങ്ങനെയാണ്, ഏതൊക്കെയാണ്, എന്തിനൊക്കെയാണ് ഇത് ഉപയോഗിക്കുക, എങ്ങനെയൊക്കെയാണെന്നുള്ളതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് 2 കാറ്റഗറി സർട്ടിഫിക്കറ്റ് ആണ് കിട്ടുക. മാർക്ക് സ്റ്റേറ്റ്മെന്റ് സർട്ടിഫിക്കറ്റ് ആയിട്ട് വരും. അതായത് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഫുള്ള് നിങ്ങളൊരു +2 സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് ഈ ശരിക്കും മാർക്ക് സ്റ്റേറ്റ്മെന്റ് ആണ്. ഈ ഒരു സർട്ടിഫിക്കറ്റ് ആണ്. ഇതിലാണ് നിങ്ങളുടെ സബ്ജക്ട് വൈസ് മാർക്ക് ഉണ്ടാവുക, നിങ്ങൾ പാസ്സാണെന്നൊക്കെ എല്ലാ ഡീറ്റെയിൽസുകളും ഉണ്ടാവും ഇതിലാണ്. ഇതല്ല നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ മൈഗ്രേഷൻ കം TC സർട്ടിഫിക്കറ്റ് എന്നുള്ളത്. മൈഗ്രേഷൻ കം TC എന്ന 2 പർപ്പസ് ആണ്. TC എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ഒരു സ്ഥാപനത്തിൽ നിന്ന് അടുത്ത സ്ഥാപനത്തിലോട്ട് പഠിക്കാൻ പോകും. അതായത് നമ്മളിപ്പോൾ NIOS നമ്മൾ കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ വേറെ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിലോട്ട് പഠിക്കാൻ പോകുമ്പോൾ നമ്മൾ TC ആണ് കാണിച്ചു കൊടുക്കേണ്ടത്. അതല്ല, നമ്മൾ മൈഗ്രേഷൻ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ NIOS ആണ് കേന്ദ്ര ഗവൺമെന്റ്. കേന്ദ്രത്തിൽ നമ്മൾ സ്റ്റേറ്റിന്റെ ഒരു ബോർഡിലോട്ട് ഡിഗ്രിക്കൊക്കെ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞിട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലോ അല്ലെങ്കിൽ നിങ്ങളൊരു MG യൂണിവേഴ്സിറ്റിയിലോ അതല്ലെങ്കിൽ നിങ്ങളൊരു മറ്റുള്ള ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റി, ശ്രീനാരായണപുരം ഏതൊരു യൂണിവേഴ്സിറ്റിയിലൊക്കെ പോകുമ്പോൾ അവിടെ നിങ്ങൾ മൈഗ്രേഷൻ കാണിക്കണം. ഇപ്പോൾ നമ്മൾ ഉദാഹരണത്തിന് +2 കേരള ബോർഡിലാണ് നിങ്ങൾ എടുത്തത്, എന്നിട്ട് നിങ്ങൾ പഠിക്കാൻ പോകുന്നത് ഈ ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലാണെന്നുണ്ടെങ്കിൽ കേരള ബോർഡിൻ്റെ നിന്ന് നിങ്ങൾ ഒരു മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് എടുക്കേണ്ടി വരും. സെൻട്രൽ ബോർഡ് വേണ്ട. ഇപ്പോൾ നിങ്ങൾ കേരള ബോർഡിൽ +2 പഠിച്ച് നിങ്ങൾ തമിഴ്നാട് പോയിട്ട് ഒരു ഡിഗ്രി ചെയ്യുന്നെങ്കിൽ നിങ്ങളുടെ മൈഗ്രേഷൻ എന്ന് പറയുന്നത് ഒരു ബോർഡിൽ നിന്ന് അടുത്തൊരു ബോർഡിലോട്ട്, അത് വ്യത്യസ്ത ബോർഡ്, ഇപ്പോൾ സ്റ്റേറ്റ് ബോർഡിൽ നിന്ന് സെൻട്രൽ ബോർഡിലോട്ടോ സെൻട്രൽ ബോർഡിൽ നിന്ന് സ്റ്റേറ്റ് ബോർഡിലോട്ടൊക്കെ മാറുമ്പോൾ മൈഗ്രേഷൻ കാണിച്ചു കൊടുക്കണം. അതേപോലെ തന്നെ ഒരു സ്റ്റേറ്റിൽ നിന്ന് അടുത്തൊരു സ്റ്റേറ്റിലോട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ജൂറിസ്ഡിക്ഷനിലൊക്കെ നമ്മൾ മാറ്റങ്ങൾ വരുമ്പോഴാണ് മൈഗ്രേഷൻ TC കൊടുക്കുക. അപ്പോൾ ഈ മൈഗ്രേഷൻ TC എന്നുള്ള സർട്ടിഫിക്കറ്റ് നിങ്ങൾ തുടർ പഠനത്തിന് പോകുമ്പോഴാണ് ഇത് ഉപയോഗിക്കാൻ പറ്റുക. നിങ്ങൾ ഹയർ സ്റ്റഡീസിന് പോകുമ്പോൾ മൈഗ്രേഷൻ TC എന്നുള്ള ഒരൊറ്റ സർട്ടിഫിക്കറ്റ് ആണ്. ഈ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കാണിച്ചു കൊടുത്താൽ മതി. അതുപോലെ തന്നെ നിങ്ങളെ +2 പാസ്സായില്ല 10ാം ക്ലാസ് പാസ്സായി എന്നുള്ള സർട്ടിഫിക്കറ്റ് ആണ് ഈ മാർക്ക് സ്റ്റേറ്റ്മെന്റ് കം സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. ഈ 2 സർട്ടിഫിക്കറ്റുകളാണ് നിങ്ങൾക്ക് ഈ ഒരു NIOSൽ വിജയിച്ച കുട്ടികൾക്ക് ഒറിജിനൽ ആയിട്ട് കിട്ടുന്നത്. ഈ സർട്ടിഫിക്കറ്റ് ഞാൻ ജസ്റ്റ് ഒരു ഡെമോ കാണിച്ചു. ഇവിടെ നോക്കൂ, ഞാൻ ജസ്റ്റ് ഒരു സാമ്പിൾ സർട്ടിഫിക്കറ്റ് ആണ് അയച്ചിട്ടുള്ളത്. ജസ്റ്റ് നോക്കിയാൽ മതി. ഇവിടെ ഇപ്പോൾ നമുക്കറിയാൻ പറ്റും NIOS നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് കാണാൻ പറ്റും. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, കേന്ദ്ര ഗവൺമെന്റ് ഓപ്പൺ സ്കൂളിംഗ് ആണ്. സോ ഇവിടെ നമുക്ക് മാർക്ക് സ്റ്റേറ്റ്മെന്റ് എന്ന് കാണാൻ പറ്റും. നമ്മുടെ സെക്കൻഡറി സ്കൂൾ എക്സാമിനേഷൻ, അതായത് 10ാം ക്ലാസിന്റെ മാർക്ക് സ്റ്റേറ്റ്മെന്റ് ആണ്. ഇത് മാർക്ക് ലിസ്റ്റ് ആണ്, അതിന്റെ സർട്ടിഫിക്കറ്റ് 10ാം ക്ലാസ് പാസ്സായ സർട്ടിഫിക്കറ്റ് ആണ്. ഇനി
+2 ആണെന്നുണ്ടെങ്കിൽ ഇവിടെ സീനിയർ സെക്കൻഡറി എന്ന് എഴുതിയിട്ടുണ്ടാവും, സീനിയർ സെക്കൻഡറി സ്കൂൾ എക്സാമിനേഷൻ ഉണ്ടാവും. ഓക്കെ, ഇവിടെ കുട്ടിയുടെ പേര് കറക്റ്റ് കൊടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ അമ്മയുടെ പേര് കൊടുത്തിട്ടുണ്ട്, അച്ഛൻ്റെ ആയാലും ഗാർഡിയൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്, ഡേറ്റ് ഓഫ് ബർത്ത് വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്, നമ്മുടെ രജിസ്റ്റർ നമ്പർ, നമ്മൾ ഏത് സെഷനിലാണ് പാസ്സായത്, ഇപ്പോൾ ഏപ്രിൽ 2008 ഞാൻ ഒരു ഡെമോൺസ്ട്രേഷന് വേണ്ടിയിട്ട് പഴയ സർട്ടിഫിക്കറ്റ് കോപ്പി എടുത്ത് കാണിച്ചു തരികയാണ്. അതേപോലെ തന്നെ ഇവിടെ എടുത്ത സബ്ജക്ട്സുകൾ ഇംഗ്ലീഷ്, വേർഡ് പ്രോസസ്, സോഷ്യൽ സയൻസ്, ഹോം സയൻസ്, ഹിന്ദി, ഇങ്ങനെയുള്ള നമ്മുടെ പേപ്പേഴ്സ് ഇതാവില്ല. അത് നോർത്ത് ഇന്ത്യയിലുള്ള ഒരു ഇതാണ്. നമ്മുടെ 10ാം ക്ലാസ്സിൽ നമ്മുടെ കേരളത്തിലെ കുട്ടികളൊക്കെ ആകുമ്പോൾ വാല്യുള്ള പേപ്പർ, കോമ്പിനേഷനുള്ള പേപ്പർ എടുക്കേണ്ടാവുക ഇംഗ്ലീഷ്, മലയാളം, സയൻസ് ആൻഡ് ടെക്നോളജി, മാത്തമാറ്റിക്സ്, സോഷ്യൽ സയൻസ്, ഇങ്ങനെയുള്ള പേപ്പേഴ്സ് ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. അതിൽ തന്നെ നിങ്ങൾക്ക് തിയറി മാർക്കോടെ കാണാം. ഇത് നിങ്ങളുടെ റിസൾട്ട് വന്നപ്പോൾ കണ്ടതൊക്കെ തന്നെ ആയിരിക്കും. പിന്നെ അതിൽ നിങ്ങൾ പാസ്സായും പാസ്സുണ്ടാവും. സോ ഇങ്ങനെയാണ് നിങ്ങളുടെ ഒരു 10ാം ക്ലാസ്സിൽ +2ൻ്റെ സർട്ടിഫിക്കറ്റ് വരുന്നത്. ഇത് നിങ്ങളുടെ 10ാം ക്ലാസ് പാസ്സായി +2 പാസ്സായി എന്ന് കാണിക്കുന്ന രേഖയാണ്, സർട്ടിഫിക്കറ്റ് ആണ്. ഇതല്ലാതെ നിങ്ങൾക്കും ഒരു TC കം മൈഗ്രേഷൻ കിട്ടും. അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു. ഇത് നമ്മുടെ അടുത്ത സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടുന്നത് മൈഗ്രേഷൻ കം ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് ആണ്. മൈഗ്രേഷൻ കം ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ്. ഇതിന് പർപ്പസ് പറഞ്ഞു, രണ്ടിന് പർപ്പസ് ഒന്ന് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് അതുകൊണ്ടാണ് ഒറ്റ സർട്ടിഫിക്കറ്റ് തന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ യൂസിനനുസരിച്ച് മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് കൊണ്ടുവരണമെന്ന് പറയുകയാണെങ്കിൽ ഈ സർട്ടിഫിക്കറ്റ് കൊടുക്കുക, TC വേണമെന്ന് പറഞ്ഞാൽ ഇത് കൊടുക്കുക. രണ്ടും ഒന്ന് തന്നെയാണ്, ഒറ്റ സർട്ടിഫിക്കറ്റ്. സാധാരണ നമുക്ക് കേരള ബോർഡിലൊക്കെ ആകുമ്പോൾ രണ്ട് വെവ്വേറെ സർട്ടിഫിക്കറ്റ് ഉണ്ട്, ഇവിടെ നമുക്ക് ഒറ്റ സർട്ടിഫിക്കറ്റ് ആണ് വരുന്നത്. നിങ്ങൾക്ക് കൊടുത്താൽ മതി. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കൂ, ഇതിൽ നമ്മുടെ പേര്, നെയിം ഇതിലുണ്ടായിരിക്കും, അതേപോലെ തന്നെ ഫാദർ നെയിം, മദർ നെയിം ഇതുണ്ടാവും. മാത്രമല്ല നിങ്ങൾ ഏത് സെഷനിലാണ് പരീക്ഷ പാസ്സായിട്ടുള്ളത്, ഏത് വർഷത്തിൽ ഏത് സെഷനിലാണെന്നുള്ളത്, അതേപോലെ നിങ്ങളുടെ എൻറോൾമെന്റ് നമ്പർ ഉണ്ടാവും, നിങ്ങൾ പാസ്സായി എന്നുള്ളത്. ഓക്കെ, ഇത് വായിച്ചു നോക്കി നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. ഇവിടെ കണ്ടോ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് ഹാസ് നോ ഒബ്ജക്ഷൻ ടു ഹിസ് ഓർ ജേർണി എനി റെക്കഗ്നൈസ്ഡ് കോളേജ് ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓർ ടേക്കിംഗ് എക്സാമിനേഷൻ ഓഫ് എനി യൂണിവേഴ്സിറ്റി ഓർ ബോർഡ് എക്സാമിനേഷൻ ബൈ ലോ. ഇപ്പോൾ എന്താണ് ശരിക്കും ഒരു മൈഗ്രേഷൻ TC ആണ്? ഒരു വാഹനങ്ങൾക്ക് ഒരു NOC ഉണ്ടാവില്ല. ഇപ്പോൾ ഡൽഹിയിൽ നിങ്ങളൊരു കാർ എടുത്തിട്ട് കേരളത്തിൽ കൊണ്ടുവരുമ്പോൾ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കുക. അതേപോലെ തന്നെ ഇതൊരു നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കേഷൻ പോലെയാണ്. അതായത് നിങ്ങൾ +2 NIOS 10ാം ക്ലാസ് NIOS പാസ്സായി നിങ്ങൾ വേറെ ഏത് കോളേജിലോ യൂണിവേഴ്സിറ്റിയിലോ വേറെ എവിടെ പഠിക്കണേന് NIOSന് ഒരു ഒബ്ജക്ഷനും ഇല്ല, അംഗീകരിക്കുന്നുണ്ട്. നിങ്ങൾ NIOS വാലിഡ് ചെയ്താണ്, നിങ്ങൾ ഇവിടുന്ന് ജെന്യൂൻ ആയിട്ട് പാസ്സായ വിദ്യാർത്ഥിയാണെന്നുള്ള അപ്രൂവ് ചെയ്യുന്നതാണ് നിങ്ങൾ ഈ TC കം മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ്. അതാണ് ഇവിടെ സാക്ഷ്യപ്പെടുത്തിയുള്ളത്. അപ്പോൾ ഈ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ 2 സർട്ടിഫിക്കറ്റുകളാണ് നമുക്ക് ഇനി വരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കിട്ടുമ്പോൾ ഇവിടെ ഒരു മാർക്ക് സ്റ്റേറ്റ്മെന്റ് കം സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ ഒരു മൈഗ്രേഷൻ കം TC സർട്ടിഫിക്കറ്റ്, ഈ 2 സർട്ടിഫിക്കറ്റാണ് നിങ്ങൾക്ക് കയ്യിൽ വരിക. സോ അത് എടുത്തിട്ട് നിങ്ങൾ ഇനി അങ്ങോട്ടുള്ള ഹയർ സ്റ്റഡീസിൽ കോളേജസ്, യൂണിവേഴ്സിറ്റി എവിടെയാണെങ്കിൽ നിങ്ങൾക്ക് അതെല്ലാം ഈ ഒരു സർട്ടിഫിക്കറ്റ്സ് 2 നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കിയത് സർട്ടിഫിക്കറ്റ്സ് ഏതൊക്കെയാണ് നമുക്ക് കിട്ടുക എന്നുള്ളത്. സർട്ടിഫിക്കറ്റിന്റെ ഡെമോൺസ്ട്രേഷൻ അവിടെ കാണിച്ചിട്ടുണ്ട്. ഇതാണ് നിങ്ങൾക്ക് വരാൻ പോകുന്ന സർട്ടിഫിക്കറ്റ്. ഇതുമായി ബന്ധപ്പെട്ട് എന്ത് ഡൗട്ട്സ് ഉള്ള വീഡിയോ എന്തായാലും കമന്റ് ചെയ്താണ്, ഞാൻ റിപ്ലൈ തരാം. മറക്കണ്ട, നമ്മുടെ ബാസിന്റെ ഡിഗ്രിയുടെ അഡ്മിഷന്റെ അവസാനഘട്ട രജിസ്ട്രേഷൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനിയും ഡിഗ്രി എടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് ഇതാ താഴെ നമ്പറിലോട്ട് വിളിച്ച് ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക. ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും. അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെയും താങ്ക് യു.